നമ്മൾ വീട്ടിൽ നിന്നും വീട്ടുകാർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ജോലിക്കോ മറ്റു വരുമാന മാർഗങ്ങൾക്കോ വേണ്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുക എന്നുള്ളത് പലരും ഒരു മടുപ്പുണ്ടാക്കുന്നൊരവസ്ഥയിലാണ്. പലർക്കും അതൊരു നല്ലൊരു കാര്യമാണെന്നോ ദീൻ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണെന്നോ ഒരു ചിന്തയൊന്നുമില്ല. പലരും കെട്ടിപ്പോയി, കുടുങ്ങിപ്പോയി, മക്കളായി, ഇനിയിപ്പോൾ എന്താ ചെയ്യാം, അവരെ നോക്കാണ്ട് വേറെ നിവൃത്തിയില്ല എന്ന രൂപത്തിലാണ് പലരും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹറാമായ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ, നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. പല ആളുകൾക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ കൂടെ നിൽക്കുകയാണ് ഒരു വഴിയിൽ. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, കുളിച്ചൊരുങ്ങി വൃത്തിയായി വളരെ ആവേശത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, പട്ടണത്തിലേക്ക്, അങ്ങാടിയിലേക്ക് നടന്നു പോകുന്നുണ്ട് വളരെ വേഗത്തിൽ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചുറുചുറുക്കും ഉന്മേഷവും കണ്ടിട്ട് സ്വഹാബത്തിന് ആശ്ചര്യമായി. ഒരു സ്വഹാബത്ത് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ഒരു ആവേശവും ചുറുചുറുക്കൊക്കെ അവൻ ദീൻ പഠിക്കുന്ന വിഷയത്തിൽ അവൻ ചെയ്തിരുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന വിഷയത്തിൽ അവൻ കാണിച്ചിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നത്, അവനെ ആശ്രയിച്ച് കഴിയുന്ന വയസ്സായ മാതാപിതാക്കൾ അവൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ അവൻ്റെ ആശ്രയത്തിൽ കഴിയുന്ന ചെറിയ പിഞ്ചുമക്കൾ അവൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യമായ വരുമാനം കരസ്ഥമാക്കാനാണ് അവൻ ഈ പുറത്തേക്ക് പോകുന്നതെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. യുദ്ധം ചെയ്യുന്നത് പോലെ, അവൻ യുദ്ധം ചെയ്യുന്നത് പോലെ. സ്വന്തം വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് പല ആളുകൾക്കും അങ്ങേയറ്റം പിശുക്കുള്ളൊരു കാര്യം. നാട്ടുകാർക്ക് സ്വതക്ക കൊടുക്കും, പല ആളുകൾക്കും അവിടെ ഈ ഒരു പ്രശ്നം, ഇവിടെ ഈ ഒരു ചാരിറ്റി പ്രവർത്തനം, അവിടെ കിണറുണ്ടാക്കണം, ഇവിടെ മസ്ജിദ് ഉണ്ടാക്കണം, ഇതിനൊക്കെ സ്വതക്കും അതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. സ്വന്തം വീട്ടുകാർക്കുള്ള അത്യാവശ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 3 ദീനാറുകൾ, ഒരാളുടെ അടുക്കൽ 3 ദീനാറുകളുണ്ട്. അതിലൊരു ദീനാർ അയാൾ അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കാം. മറ്റൊരു ദീനാർ ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചെലവഴിക്കാം. 3-ാമത്തെ ദീനാർ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കാം. ഈ 3 ദീനാറിൽ ഇയാൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയ ഏത് ദീനാറിനാണ്? സ്വന്തം വീട്ടുകാർക്ക് ചെലവഴിച്ച ദീനാറിന്. എന്ന് വെച്ചിട്ട് വീട്ടുകാർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചിട്ടേ നാട്ടുകാർക്ക് സ്വതക്ക ചെയ്യാൻ പാടുള്ളൂ എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഒരാൾ സ്വതക്ക ചെയ്യില്ല. അതല്ല ഇതിൻ്റെ അർത്ഥം. രണ്ടിനും 2 എക്സ്ട്രീമിലേക്കും പോകരുത്. വസത്തായിട്ടുള്ള നിലപാട്. അത്യാവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുള്ളൂ.